നമുക്ക് ഏറ്റവും ഭക്തിയുണ്ടാകേണ്ട സമയമാണ് അല്ലാഹുവിനെ ഓർക്കുന്ന സമയം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. നിസ്കാരത്തിൽ കഴിവിന്റെ പരമാവധി ഭക്തിയോടുകൂടെ നിസ്കരിക്കാൻ ശ്രമിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാര് പാടിയില്ലേ, തുസല്ലി ബിലാ ഖൽബിൻ സ്വലാത്തൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽഉഖൂബതി. മനസാന്നിധ്യമില്ലാതെ ദുന്യാവിന്റെ ചിന്തയിൽ ലയിച്ചുകൊണ്ടല്ലോ നിസ്കരിക്കേണ്ടത്. അങ്ങനെ നിസ്കരിക്കുമ്പോൾ അതൊരു ശരിയായ നിസ്കാരമാകുന്നില്ലല്ലോ. അതേ നിസ്കാരത്തിൽ ദുന്യാവിന്റെ ചിന്തകൾ ഇങ്ങനെ മുഴുകിയിട്ട് കുറെ അങ്ങോട്ടെത്തുമ്പോൾ 3 നിസ്കരിച്ച് 4 നിസ്കരിച്ച് 2 നിസ്കരിച്ചത്, സുജൂദ് 1 ചെയ്ത് 2 ചെയ്തത്, സംശയത്തിലെത്തി പോകുന്നവരില്ലേ. നീ ആർക്കാണോ സുജൂദ് ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയാണ് തലകുനിക്കുന്നത്? അവനോടല്ലേ നീ സംസാരിക്കുന്നത്? അവനെക്കുറിച്ചൊരു ധാരണ വേണ്ടേ? തുഖാതീബുഹു ഇയ്യാക നഅബുദു മുഖ്ബില അലാ ഗൈരിഹി ഫീഹാ ലിഗൈരി ളറൂറതി. ഇയ്യാക നഅബുദു, നിനക്ക് തന്നെ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു അല്ലാഹ് എന്ന് പറയുമ്പോ നിനക്ക് അല്ലാഹനെ ഓർമ്മയുണ്ടോ? പടച്ചവനോട് പറയുകയാണെന്ന ആലോചനയുണ്ടോ? നിന്റെ മനസ്സിൽ ദുന്യാവ് തന്നെ. വലൗ റദ്ദ മൻ നാജാക ലിൽഗൈരി തറഫുഹു തമയ്യസ്ത മിൻ ഗലദിൻ അലൈഹി വഗീറതി. അതേ തമയ്യസ്ത മിൻ ഗൈലിൻ അലൈഹി വഗീറതി. നീ ഒരാളോട് സംസാരിക്കുമ്പോ അദ്ദേഹം മുഖം തരാതെ മറ്റൊരു സ്ഥലത്തേക്ക് മുഖം തിരിച്ചാൽ, നീ പറയുന്നത് നോക്കാതെ ചിന്തിക്കാതെ മറ്റു സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ നിനക്ക് ദേഷ്യം പിടിക്കൂലടോ. എങ്കിലും ലോകസട്ടാവായ റബ്ബ് അവൻ ഈ പാവപ്പെട്ട എന്റെ ഖൽബ് കാണുന്നില്ലേ? നിങ്ങളെ മനസ്സ് കാണുന്നില്ലേ? നമ്മളെ ചിന്തകൾ ദുന്യാവിന്റെ ചിന്തകൾ, പലപ്പോഴും ഹറാമിന്റെ ചിന്തകൾ, പലപ്പോഴും തെറ്റിന്റെ ചിന്തകൾ, അക്രമത്തിന്റെ ചിന്തകൾ. അതേ നമ്മളെ നിസ്കാരത്തിലും കൂടി വന്നാൽ അമാതസ്തഹി മിൻ മാലികിൽ മുൽക്കി അയ്യറാ സുദൂദക അൻഹു യാ ഖലീലൽ മുറുവതി. ഒരൽപ്പം വ്യക്തിത്വമുണ്ടെങ്കിൽ, മാന്യതയുണ്ടെങ്കിൽ, ലോകമൊട്ടാകെ അടക്കി ഭരിക്കുന്ന റബ്ബിനോട് സംഭാഷണം നടത്തുമ്പോൾ നീ ഹറാമ് ചിന്തിച്ചുകൊണ്ടത് നടത്തുമോ? വേണ്ടാത്തത് ആലോചിച്ചുകൊണ്ട് നിസ്കരിക്കുമോ? ദുന്യാവിന്റെ ചിന്തയിൽ മുഴുകിക്കഴിയുമോ? ഇലാ ഇഹ്ദിനാ ഫീമൻ ഹദൈത വഖുദ് ബിനാ ഇലൽ ഹഖ് റഹ്ജൻ ഫീ സവായി ത്വരീഖതി. ഈ പ്രസംഗിക്കുന്ന ഞാനൊരു നല്ലവനല്ല. എല്ലാവരെയും അല്ലാഹു തഖ്വയുള്ള മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. നിസ്കാരത്തിൽ റബ്ബ് നമുക്ക് ഖുശൂഇനെ തരട്ടെ. എല്ലാ സമയത്തും ലോകസൃഷ്ടാവായ റബ്ബിന്റെ ആധിപത്യവും അവന്റെ അധികാരവും ചിന്തിച്ച് നമ്മുടെ ഖൽബ് അല്ലാഹുവിനെ സ്നേഹിച്ചും ഭയപ്പെട്ടും ഭക്തിയോടെ ചിന്തിക്കുന്ന മനസ്സായി അല്ലാഹു നമുക്ക് നല്ല മനസ്സ് നൽകുമാറാകട്ടെ.